അപ്പോൾ 5 കിലോവാട്ടിൻ്റെ ഡേയുടെ ഇൻവെർട്ടറും 15 യൂണിറ്റ് സ്റ്റോറേജാണ് അതിനകത്തുള്ളത്. ഇതിൻ്റെ കൂടെ നമ്മളൊരു ജനറേറ്ററും കൂടെ കപ്പിൾ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 20 തൊട്ട് 25 യൂണിറ്റ് വരെ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന ഒരു കസ്റ്റമർക്കാണെങ്കിൽ, സപ്പോസ് KSEBയുടെ കറണ്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സിസ്റ്റം കൊണ്ട് നമുക്ക് മാക്സിമം പ്രയോജനം ഉണ്ടാക്കാം. ഇപ്പോൾ നോക്കിയാൽ ജനറേറ്ററിൽ നിന്നാണ് ലോഡ് എടുക്കുന്നത് കണ്ടോ. പിന്നെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ നിങ്ങൾ BLDCയുടെ AC യൂസ് ചെയ്യുന്നതെങ്കിൽ 5 കിലോവാട്ടിന് ഇൻവെർട്ടറിൻ്റെ കൂടെ നമുക്ക് 1.5 ടണ്ണിൻ്റെ 4 AC വരെ റൺ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു 5 കിലോവാട്ട് ഹൈബ്രിഡ് സെറ്റപ്പാണ്. ഇതിനകത്ത് 5 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടറും 15 യൂണിറ്റ് സ്റ്റോറേജിൻ്റെ ബാറ്ററിയാണ് ഉള്ളത്. ഈ ഒരു സിസ്റ്റം ഒരു 20-25 യൂണിറ്റ് ഡെയിലി കൺസ്യൂം ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ്ലി ഓഫ് ഗ്രിഡ് റൺ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതിനകത്ത് 5 കിലോവാട്ട് ലോഡാണ് എടുക്കാൻ പറ്റുന്നത്. 15 യൂണിറ്റ് സ്റ്റോറേജ് ഉണ്ട്. അപ്പം നമുക്ക് നോർമൽ കേസിൽ എല്ലാ ദിവസവും ഡേ ടൈമിലുള്ള ലോഡ് സോളാർ പാനലിൽ നിന്ന് ഇത് മീറ്റ് ചെയ്തോളും. ഇനിയിപ്പോൾ സോളാർ പാനലിൻ്റെ പവർ, സൂര്യൻ്റെ പവർ കുറയുകയാണെങ്കിൽ ബാറ്ററിയിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്തോളും. വൈകിട്ടാകുമ്പോഴത്തേക്ക് ബാറ്ററിയിൽ നിന്ന് തന്നെ ഈ ലോഡ് നമുക്ക് മീറ്റ് ചെയ്തോളും. അപ്പോൾ ഇതിനകത്ത് 15 യൂണിറ്റ് സ്റ്റോറേജ് ആണ്, ഏകദേശം ഒരു 13 യൂണിറ്റ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. ഇനി ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ചാർജ് 13 ഈ എന്താണ് നമ്മളൊരു നിശ്ചിത യൂണിറ്റിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് നമ്മളൊരു ജനറേറ്റർ ഇവിടെ വെച്ചിരിക്കുന്ന ജനറേറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ആ ജനറേറ്ററിൽ നിന്ന് വർക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പം നിലവിൽ സോളാർ പാനൽ നമ്മൾ ഓഫ് ചെയ്തിട്ടേക്കാണ്, ഗ്രിഡ് ഓഫ് ചെയ്തിട്ടേക്കാണ്. ഓഫ് ഗ്രിഡിൽ നിന്ന് ബാറ്ററിയിൽ നിന്ന് നമ്മളെടുത്ത് ലോഡ് റൺ ചെയ്യുന്നതാണ് നമുക്ക് കാണുന്നത്. കണ്ടോ, ഓൾമോസ്റ്റ് 900 വാട്ട്സ് ലോഡുണ്ട്. ബാറ്ററിയിൽ നിന്ന് 1 കിലോവാട്ട് എടുത്തിട്ട് ലോഡ് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സോളാർ പാനൽ ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ സോളാർ പാനൽ നമുക്ക് ഷെയർ ചെയ്തിട്ട് സോളാർ പാനൽ ഇപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സോളാർ പാനലിൽ നിന്ന് അത് വർക്ക് ചെയ്യുന്നത് കാണാം. അത് ബാറ്ററിയും ചാർജ് ചെയ്യുന്നുണ്ട്, ലോഡും മീറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നമ്മൾ സോളാർ പാനൽ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഓഫ് ചെയ്തു, ഓഫ് പൊസിഷനിലാണ്. അപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ്ലി ബാറ്ററിയിൽ നിന്നാണ് ലോഡ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലൊരു മഴക്കാലത്തെ സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഈ ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ചാർജ് ഇപ്പോൾ 93% ഉണ്ട്. ഇത് കുറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചിലപ്പോൾ 30% അല്ലെങ്കിൽ 20% ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ ജനറേറ്ററിൻ്റെ സിഗ്നലിൽ, അതായത് ജനറേറ്റർ ഓൺ ആയിട്ട് നമുക്ക് ലോഡും റണ്ണാവും, ബാറ്ററിയും റണ്ണാവും, ബാറ്ററിയും ചാർജ് ആവും, ലോഡും റണ്ണാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഓഫ് ചാർജ് നമുക്കൊരു ഈ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു നിശ്ചിത ശതമാനം താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻവെർട്ടറിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്ററിനെ അപ്പാക്കിയിട്ട് ലോഡും മീറ്റ് ചെയ്യും, ബാറ്ററിയും ചാർജ് ആവും. ഞാൻ എന്തായാലും ഈ സിറ്റുവേഷനിൽ നമ്മുടെ ജനറേറ്റർ ഓണാക്കി കാണിച്ചു തരാം. കേട്ടോ, ഇതാണ് നമ്മുടെ 3 kVയുടെ ഹോണ്ടയുടെ ജെൻസെറ്റാണ്. Euro 30 IS എന്ന് പറഞ്ഞ ജനറേറ്ററാണ്. ഇപ്പം നിലവിൽ നമ്മൾ മാനുവലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള കൺട്രോളറും വെക്കാൻ പറ്റും. കേട്ടോ, സോഴ്സ് എടുക്കാൻ കുറച്ച് സമയമുണ്ട്. അത് എടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് സോഴ്സ് ആയിട്ട് എടുക്കും. റിലേ ഓപ്പൺ ആകുന്ന ഒരു സമയമുണ്ടല്ലോ, എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ കംപ്ലീറ്റ്ലി ഓഫ് ഗ്രിഡ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം, ഈ ഒരു സെറ്റപ്പ് കൊണ്ട് തീർച്ചയായിട്ടും പറ്റും. ഞാൻ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം പറയുകയാണ്. ഒരു 5 കിലോവാട്ട് ഈ സിസ്റ്റത്തിൽ നമുക്ക് BLDC AC കൂടെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ലോഡും വളരെയധികം കുറച്ചേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പം പുതിയതായിട്ടൊക്കെ വീട് വയ്ക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് തീർച്ചയായിട്ടും ഈ കംപ്ലീറ്റ് സിസ്റ്റത്തിൽ നമുക്ക് റൺ ആക്കാൻ പറ്റും. ഇത് കണ്ടില്ല, ഇപ്പോൾ DG ജനറേറ്റർ ലോഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ജനറേറ്ററിൽ നിന്ന് ബാറ്ററിയും ചാർജ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ ലോഡും മീറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടോ, ഇങ്ങനെയായിരിക്കും ഈ സെറ്റപ്പ് വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ ഒരു 20 തൊട്ട് 25 യൂണിറ്റ് വരെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് കംപ്ലീറ്റ്ലി ഓഫ് ഗ്രിഡ് ഒരു മെത്തേഡിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം, ഈ ഒരു കോൺഫിഗറേഷനിൽ നമുക്ക് പറ്റും. 5 കിലോവാട്ട് ഇൻവെർട്ടർ, 15 യൂണിറ്റ് സ്റ്റോറേജ്, വേണമെങ്കിൽ ഒരു BG ഒരു ജനറേറ്റർ കണക്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ, ഈ വീട്ടിൽ നമ്മൾ BLDC AC കണക്ട് ചെയ്യുന്നതെങ്കിൽ കംപ്ലീറ്റ് ലോഡും വിത്ത് 4 1.5 ടൺ AC നമുക്ക് ഈ കംപ്ലീറ്റ് സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ പറ്റും. അപ്പം ഓവറോൾ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പും നമുക്ക് കുറയ്ക്കാൻ പറ്റും, സിസ്റ്റം എഫിഷ്യൻസിയും ഇൻക്രീസ് ചെയ്യാൻ പറ്റും, എല്ലാം അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും മാറി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെത്തേഡാണ്. ഇനിയിപ്പോൾ മിക്കവാറും കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് KCB ഫുള്ള് ഒഴിവാക്കാൻ പറ്റുമോ എന്ന്. നമുക്ക് ഇത് ഒരു 5 കിലോവാട്ടിൻ്റെ സിസ്റ്റമാണ്. 5 കിലോവാട്ടോ 10 കിലോവാട്ടോ 15 കിലോവാട്ടോ 50 കിലോവാട്ടോ 100 കിലോവാട്ടോ 1 മെഗാവാട്ടോ ഏത് കപ്പാസിറ്റി ആണെങ്കിലും ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.